ഗൈസ്, ഈ ചാടിത്തുള്ളി എങ്ങിട്ടാന്നല്ലേ? ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ് ഗൈസ്. സോ പതിവ് പോലെ കാലത്ത് എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചായ എനിക്കൊരു വീക്ക്നെസ് ആണ് ഗൈസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ചായ നോർത്ത് സൈഡിലാണെന്നാ. ഇവിടെ ചായയുടെ കൂട്ടത്തിൽ ഇഞ്ചിയും ഏലക്കായും അങ്ങനെ ഏതാണ്ടൊക്കെ ഇടുന്ന് കാണാം. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് ഇന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഡ്രസ്സും മാറി നേരെ മാർക്കറ്റിലോട്ട് ചെന്നു. റൈസ് ഉണ്ടാക്കാനുള്ള സ്പൈസസും അരിയൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് മേടിച്ച് നേരെ റൂമിലോട്ട് വന്നു. പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുക്കിങ്ങിൻ്റെ ABCD അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാവർക്കും നോർത്തിലെ ഫുഡ് അങ്ങോട്ട് സെറ്റായി എന്ന് വരൂലെന്നാ. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ സെറ്റായില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അങ്ങോട്ട് തുടങ്ങി. ആദ്യമൊക്കെ എൻ്റെ വിക്കിപീഡിയ വീട്ടിലുള്ള അച്ഛനായിരുന്നു. കാരണം അമ്മയേക്കാൾ അച്ഛനാണ് വീട്ടിൽ കൂടുതലും ഫുഡ് ഉണ്ടാക്കുന്ന ആളെ. അമ്മയ്ക്കറിയാത്ത പല പൊടിക്കൈകളും അച്ഛനെ അറിയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അടുക്കള ഭരണം കൂടുതൽ അച്ഛനാ. അതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട് വന്നാലും ഉടനെ അച്ഛനെ വിളിച്ച് ചോദിക്കും. പിന്നെ കൂട്ടിന് കിട്ടിയ കുട്ടിക്കും അത്യാവശ്യം കുക്കിംഗ് അറിയുന്നതുകൊണ്ട് കുറച്ച് റെഫറൻസ് അവിടെ നിന്നും മേടിക്കും. പിന്നെ നമ്മുടെ യൂട്യൂബ് അമ്മച്ചി ഉണ്ടല്ലോ, അവിടെയും ചോദിക്കും കുറച്ച്. ഇപ്പം ഞാനൊരു മാസ്റ്റർ ഷെഫ് അല്ലെങ്കിലും ഒരു കുട്ടി ഷെഫായെന്ന് പറയാം ഗൈസ്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിനുള്ള അരി വേവിക്കാൻ വെച്ച് റൈസ് സെറ്റാവുന്ന സമയം കൊണ്ട് സൈഡായി കഴിക്കാനുള്ള സാലഡ് ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച പാത്രവും കഴുകി വെച്ചു. സത്യം പറഞ്ഞ ഗൈസ്, കുക്കിംഗ് പിന്നെയും എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ക്ലീനിങ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ പാത്രം കഴുകൽ, ഇതുപോലെ ഇഷ്ടമല്ലാത്ത വേറെ പരിപാടിയില്ല. പിന്നെ ഇപ്പം ചെയ്യാതെ നിവർത്തിയില്ലല്ലോ. ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി ഗൈസ്. തുറന്നപ്പോൾ തന്നെ നല്ല നെയ്യിൻ്റെ ഒക്കെ മണം. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഈ ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ് ഈ ഗീ റൈസ്. പിന്നെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് വന്നപ്പോഴേക്കും ഉച്ചര കഴിഞ്ഞു. പിന്നെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും ഒരു ഉച്ചമയക്കത്തിനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഓക്കെ, ബൈ.